നമസ്കാരം എല്ലാവർക്കും. ഓക്കെ, ഇന്നത്തെ ക്വിക്ക് റീഡിംഗ് ആണ്. ഓക്കെ, എനിക്ക് സമയം കിട്ടിയിട്ടില്ല എന്ന് റെക്കോർഡിങ് ചെയ്യാൻ തീരെ. അപ്പോൾ ഇന്നിപ്പോൾ ജസ്റ്റ് റിലേഷൻഷിപ്പ് റീഡിങ്ങിൽ നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് ഫീലിങ്സ് മാത്രമേ നോക്കുന്നുള്ളൂ. അവരിപ്പോൾ എന്താ നിങ്ങളോട് ഫീൽ ചെയ്യുന്നത്, ഈ റീഡിംഗ് നിങ്ങൾ കാണുന്ന സമയത്ത് നിങ്ങളുടെ പേഴ്സൻ്റെ ഫീലിങ്സ് അവരുടെ മനസ്സിൽ എന്തായിരിക്കും എന്നുള്ളത് നമുക്ക് നോക്കാം. ഞാൻ ഷഫിൾ ചെയ്തിട്ടാണ് വെച്ചത്. ഓക്കെ, കാർഡ്സ് എടുക്കാം. കിങ് ഓഫ് വാൻസ്, 10 of Pentacles, Page of Pentacles, practical ആയിട്ട് 7 of Pentacles again, പേജ് 1. ഓക്കെ, ഇവിടെ മെയിനായിട്ട് എനിക്കിന്ന് കാണുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ പേഴ്സൻ്റെ മനസ്സിൽ ഓക്കെ നിങ്ങളോട് ഫീലിങ്സ് ഉണ്ട്, ഒരുപാട് അട്രാക്ഷൻ ഉണ്ട്, ഫീലിങ്സ് ഉണ്ട്, എല്ലാം ഉണ്ട്. ഓക്കെ, നിങ്ങളുമായിട്ട് നല്ലൊരു റിലേഷൻഷിപ്പ് മുന്നോട്ട് വേണം എന്നും അവർ ആഗ്രഹിക്കുന്നുണ്ട്. ശരിക്കും ലൈഫിലേക്ക് ഇൻക്ലൂഡ് ചെയ്ത് നിങ്ങളുടെ കൂടെ വേണം എന്ന രീതിക്ക് തന്നെയാണ്. അത്ര ലൈക്ക് സിമ്പിളായിട്ട് പറഞ്ഞാൽ ഇപ്പോൾ അവർ പക്ഷേ അതിന് വേണ്ടി ആയിരിക്കാം, അല്ലെങ്കിൽ അവർ ഫൈനാൻസിൽ വർക്ക് ചെയ്യുന്നതായിരിക്കാം ഇത്. ഓക്കെ, മേ ബി നിങ്ങളുമായിട്ട് നല്ലൊരു ലൈഫ് വേണം എന്ന രീതിക്ക്, പക്ഷേ അതിന് ഫൈനാൻസസ് ബെറ്റർ ആവണം എന്നവരെ മനസ്സിലൊരു ചിന്തയുണ്ട്. അവരെ ഫൈനാൻസസ് നല്ല രീതിക്ക് ആയാലേ അവർക്ക് നിങ്ങൾക്കൊരു ഓഫർ തരാൻ പറ്റുള്ളൂ എന്നാണ് അവർ ചിന്തിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ അവർക്ക് തരാനുള്ളത് ഈ ഒരു പേജ് ഓഫ് പെൻറ്റിക്കിൾസ് ആണ്. എന്ന് വെച്ചാൽ അവർക്ക് തരാനുള്ളൊരു ഓഫർ, ഇപ്പം നിങ്ങൾക്കൊരു ലൈഫ് തരണമെങ്കിൽ അവരൊരു ഓഫറുമായിട്ട് വന്നാൽ ഓക്കെ, ഇപ്പോൾ ലൈക്ക് മാരേജ് നമ്മൾ തമ്മിൽ മാരേജ് ചെയ്യാം അല്ലെങ്കിൽ കമ്മിറ്റ്മെൻറ്റ് തരാം എന്ന് പറഞ്ഞ് വന്നാൽ അവർക്കത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റണം. ഓക്കെ, അതിന് വേണ്ടി അവരിപ്പോൾ ഫൈനാൻസസ് ബെറ്റർ ആക്കാൻ ശ്രമിക്കുന്നതായിട്ടാണ് എനിക്ക് കാണുന്നത്. ഓക്കെ, അവർ പണത്തിലേക്ക് കോൺസെൻട്രേഷൻ ഉണ്ട്, അവരെ ഫൈനാൻസിലേക്ക് കോൺസെൻട്രേഷൻ ഉണ്ട്. ഇപ്പോൾ മേ ബി അത് നിങ്ങളുമായിട്ടുള്ള ലൈഫ് ബിൽഡ് ചെയ്യാനാണ് എന്നാണ് എനിക്ക് കാണുന്നത്. ഓക്കെ, അതിൻ്റെ ഇവിടെ അവർക്ക് ഇപ്പോൾ തരാനുള്ളത് പേജ് ഓഫ് പെൻറ്റിക്കിൾസ് ആണ്. സോ ഒരു ചെറിയൊരു ഓഫറേ ഇപ്പോൾ അവർക്ക് തരാനുള്ളൂ. ഓക്കെ, അവർ എക്സ്പെക്ട് ചെയ്യുന്ന അറ്റ്ലീസ്റ്റ് നിങ്ങളത് ചൂസ് ചെയ്യുമോ എന്നവർക്കൊരു ടെൻഷൻ ഉണ്ട്. കാരണം അവർ ഐ തിങ്ക് അവർ ഫൈനാൻഷ്യൽ ഇൻവെസ്റ്റ്മെൻ്റ് ഒക്കെ ചെയ്ത് കാണാം, പക്ഷേ അതിൽ സ്ലോ ഗ്രോത്ത് കാണുന്നുണ്ട്. ഓക്കെ, മേ ബി നിങ്ങളുടെ റിലേഷൻഷിപ്പും ഒരല്പം സ്ലോ ആയിട്ടായിരിക്കും മുന്നോട്ട്, അവർ സ്ലോ ആയിട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്ന് പറയാം. ഓക്കെ, മെല്ലെ, കാരണം എല്ലാം ഒന്ന് ശരിയാക്കി ഓക്കെ ആക്കിയിട്ട് മുന്നോട്ട് പോകണം എന്നുള്ള രീതിക്ക് അവർ ആഗ്രഹിക്കുന്നത്. പേജ് ഓഫ് പെൻറ്റിക്കിൾസും ഉണ്ട് ഇവിടെ, പേജ് ഓഫ് പെൻറ്റിക്കിൾസ് ഇവിടെ ഉണ്ടായിരുന്നു, പേജ് ഓഫ് വാൻസും ഉണ്ട്. കമ്മ്യൂണിക്കേഷൻ്റെ കാര്യമാണ് ഇവിടെ. നിങ്ങളുമായിട്ട് ഐ തിങ്ക് അത് അവർക്ക് പറയണം എന്ന് ആഗ്രഹമുണ്ട് ഇതൊക്കെ. ഓക്കെ, ബട്ട് അവർക്ക് നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്യുമോ എന്നുള്ളൊരു ഡൗട്ടായിരിക്കാം. ഓക്കെ, 5 of Wands, 8 of Wands. ഓക്കെ, കമ്മ്യൂണിക്കേഷൻ്റെ അവർക്ക് സംസാരിക്കണം എന്നുണ്ട്. ഓക്കെ, പക്ഷെ നിങ്ങൾ തമ്മിൽ സംസാരിച്ച് കഴിഞ്ഞാൽ ആർഗ്യുമെൻറ്റ് വരുമോ എന്നുള്ളൊരു പേടിയുണ്ട് അവർക്ക്. നിങ്ങൾ അവരെ മനസ്സിലാക്കില്ല അല്ലെങ്കിൽ ആർഗ്യൂ ചെയ്യും. ഓക്കെ, അവർ ഐ തിങ്ക് ഫൈനാൻസ് ബെറ്റർ ആക്കുന്ന തിരക്കിലാണ് അവർ. ഓക്കെ, നിങ്ങളുമായിട്ട് നല്ലൊരു ലൈഫ് വേണം എന്നവർക്കുണ്ട്. അവർക്ക് തോന്നുന്നത് അവരുടെ കയ്യിൽ പോരാ എന്നുള്ളൊരു ചിന്തയുണ്ട്. ഓക്കെ, അപ്പോൾ അവർ വിചാരിക്കുന്നുണ്ട് ദാറ്റ് കുറേ കൂടി ഞാൻ ബെറ്റർ ആയാൽ മാത്രമേ എനിക്കൊരു ഓഫറുമായിട്ട് വരാൻ പറ്റുള്ളൂ എന്നൊരു ചിന്ത അവരോടുണ്ട്. പക്ഷേ നിങ്ങളുടെ അടുത്ത് മാറി നിൽക്കുന്നുണ്ടെങ്കിൽ അത് അതുകൊണ്ടാണ് അവർ ഫൈനാൻസസ് ഒക്കെ ബെറ്റർ ആക്കാൻ ശ്രമിക്കുകയാണ്. ഓക്കെ, സംസാരിക്കണം എന്ന് അവർക്ക് ആഗ്രഹമുണ്ട്, പക്ഷേ സംസാരിച്ച് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ തമ്മിൽ ആർഗ്യുമെൻ്റ് ആവുമോ എന്നുള്ളൊരു പേടിയാണ് ഇവിടെ മെയിനായിട്ട്. ഓക്കെ, ഫീലിങ്സ് അവരുടെ ഒരു കാർഡ് ഇവിടെ, യെസ്, പേജ് ഓഫ് കപ്സും ഉണ്ട്, പേജ് ഓഫ് ഫോൺസ് ഉണ്ട്, പേജ് ഓഫ് പെൻറ്റിക്കിൾസും. അവർക്ക് സംസാരിക്കാൻ നല്ല ആഗ്രഹമുണ്ട്. ഓക്കെ, മെസ്സേജ് ചെയ്യാൻ അവർക്ക് ആഗ്രഹമുണ്ട്, പക്ഷേ എവിടെയോ അവരുടെ മനസ്സിൽ ഐ തിങ്ക് പേടി ഇതാണ്, എന്നിട്ട് നിങ്ങളുടെ അടുത്ത് സംസാരിച്ച് വന്നു കഴിഞ്ഞാൽ ആർഗ്യുമെൻ്റ് ആയി പോകും എന്നുള്ളൊരു പേടിയുണ്ട്. ഓക്കെ, കാരണം അവർ ഇമോഷൻസ് അവർ എക്സ്പ്രസ് ചെയ്തിട്ടില്ല, അതിൻ്റെ ആയിരിക്കും നിങ്ങൾക്ക് പ്രശ്നം. പക്ഷെ അവർക്ക് തോന്നുന്നത് അവർക്കിപ്പോൾ നിങ്ങൾക്ക് ഒന്നും തരാനില്ല. അവർ തരാനുള്ളത് പേജാണ്. പേജ് എന്ന് പറഞ്ഞാൽ വളരെ ചെറിയ ഒരു കാര്യമാണ് നമ്മൾ പറയാം. ഓക്കെ, ഇവിടെ അവർക്ക് 10 of Pentacles എത്തണം എന്നാണുള്ളത്. 10 of Pentacles പറഞ്ഞാൽ നമ്മൾ ഹാപ്പി ആയിട്ട് ഫാമിലി എന്ന രീതിക്ക് പറയും. ഓക്കെ, നല്ല സ്റ്റേബിൾ ഫാമിലി, നിങ്ങൾക്ക് വേണ്ടി എല്ലാം പ്രൊവൈഡ് ചെയ്യുക എന്ന രീതിയിൽ അങ്ങനെയാണ് അവർ ആഗ്രഹിക്കുന്നത്. ഓക്കെ, പക്ഷെ ഇപ്പോൾ അവർക്ക് തരാനുള്ളത് വളരെ ചെറിയ ചെറിയ കാര്യങ്ങളാണ്. അത് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുമോ എന്നാണ് ഇപ്പോൾ അവർക്ക് ഡൗട്ട്. ഓക്കെ, അവിടെ നിങ്ങൾ ഐ തിങ്ക് നിങ്ങളത് മനസ്സിലാക്കില്ല. അപ്പോൾ നിങ്ങൾ അവിടെ ആർഗ്യുമെൻറ്റ് ചെയ്യും, അല്ലെങ്കിൽ നിങ്ങൾ അതൊരു വഴക്കിലേക്ക് എത്തും കാരണം നിങ്ങൾക്കത് പോരാ എന്നൊരു പ്രശ്നം വരും എന്നവർക്ക് തോന്നുന്നുണ്ട്. ഓക്കെ, ഇത് 3 പേജാണ് ഇവിടെ വന്നിരിക്കുന്നത്. സോ തുടക്കങ്ങളാണ് എനിക്ക് കാണുന്നത്. മേ ബി നിങ്ങൾ പരിചയപ്പെട്ടിട്ടും ചിലപ്പോൾ അധിക കാലം ആയിട്ടുണ്ടാവില്ല, ഡെവലപ്പ് ആവുന്നുണ്ട്. പക്ഷേ അവരുടെ ഫീലിങ്സ് ഐ തിങ്ക് നിങ്ങൾ തമ്മിൽ വരുന്ന ആർഗ്യുമെൻറ്റ്സ് ആണ് അവർക്ക് ഏറ്റവും വലിയ പ്രശ്നം. ഓക്കെ, ടവർ, യെസ്. ഓക്കെ, അവർ പ്ലാനിങ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അവർ പ്ലാനിങ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ തമ്മിൽ ടവർ കാർഡ് ഉണ്ട്. ഓക്കെ, എന്തെങ്കിലും പ്രശ്നങ്ങൾ നിങ്ങളുടെ ഇടയിൽ വന്ന് കാണാം, ബട്ട് അവർ പ്ലാനിങ് ചെയ്യുന്നുണ്ട് നിങ്ങളുടെ അടുത്തേക്ക് വരാൻ. ഓക്കെ, ഇതൊരു ഹായ് പറഞ്ഞ് വരുന്ന പോലെയാണ്. ഓക്കെ, അവർ വരും, നിങ്ങളുടെ അടുത്ത് സംസാരിക്കാനൊക്കെ വരും. ഓക്കെ, ബട്ട് എവിടെയോ അവർക്കൊരു പേടിയുണ്ട്, ദാറ്റ് നിങ്ങളത് അക്സെപ്റ്റ് ചെയ്യില്ല എന്നുള്ളൊരു പേടിയുണ്ട്. ഓക്കെ, ഈ ഒരു ജസ്റ്റ് ഒരു പേജ് ലെവലിൽ വന്നാൽ, അതായത് ഒരു കളിതമാശ പോലെ, അല്ലെങ്കിൽ ഒരു സിമ്പിളായിട്ട് ഇപ്പോൾ ഒരു നല്ലൊരു ഫുൾ ഫാമിലി എന്ന രീതിയിൽ കമ്മിറ്റ്മെൻ്റ് ആയിട്ട് അവർക്ക് ഓഫർ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുമോ എന്നുള്ളൊരു ഡൗട്ടാണ് അവർക്ക്. ഓക്കെ, അതുകൊണ്ടാണ് അതിൻ്റെയാണ് അവർ ഐ തിങ്ക് ഒരു ബ്ലോക്ക് വരുന്നത്. എംപറർ. ഓക്കെ, ലേശം ഈഗോ ഉണ്ട്, പേഴ്സണിന് ഒരു ലേശം ഈഗോ ഉണ്ട് എന്ന് പറയാം.
ഓക്കെ, ഈഗോ കൊണ്ടുമായിരിക്കാം. ഓക്കെ, യെസ്, അവർ ആഗ്രഹിക്കുന്നതാണ്. 10 ഓഫ് കപ്സ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, 10 ഓഫ് കപ്സ് ആൻഡ് 2 ഓഫ് കപ്സ്, 10 ഓഫ് പെൻറ്റിക്കിൾസ് രണ്ടും. ഓക്കെ, അവർ ആഗ്രഹിക്കുന്നത് നിങ്ങളുമായിട്ടൊരു ലൈഫാണ് മുന്നോട്ട്. പക്ഷേ എവിടെയോ ഇപ്പോൾ അവർക്ക് അത് തരാൻ സാധിക്കില്ല. ഇപ്പോൾ അത് തരാൻ പറ്റിയ ഒരു സമയത്തിലല്ല അവർ. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ ഇവിടെ ഈ കൺഫ്യൂഷൻ വരുന്നത്. അവർ നിങ്ങളുടെ അടുത്ത് സംസാരിക്കാൻ വരുമ്പോൾ ഈ ഒരു ലെവൽ നിങ്ങൾക്ക് ഓഫർ ചെയ്യാൻ പറ്റില്ല ഇപ്പോൾ എന്നുള്ളൊരു തോന്നലാണ്. ഓക്കെ, അതുകൊണ്ടാണ് അല്പം മാറി നിൽക്കുന്നത്. പക്ഷേ ഫീലിങ്സ് ഉണ്ട്. ഓക്കെ, സ്നേഹമുണ്ട്, ഫീലിങ്സ് ഉണ്ട്. പക്ഷെ നിങ്ങളോട് സംസാരിച്ച് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ആർഗ്യുമെൻ്റ് ആയിപ്പോവും എന്നുള്ളൊരു പേടി കൊണ്ടാണ് അവർ ലേശം മാറി നിൽക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, അവർക്ക് ആഗ്രഹമുണ്ട് സംസാരിക്കാൻ വരാൻ. നിങ്ങൾ നിങ്ങളുടെ എനർജി ഒന്ന് ക്ലിയർ ചെയ്യുക. ഓക്കെ, അവർ വന്ന് സംസാരിച്ചാൽ ഒന്ന് കേൾക്കാൻ തയ്യാറാവുക. ഓക്കെ, അവർക്ക് അവസരം കൊടുക്കാം. ഓക്കെ, എല്ലാം നല്ല ദിവസമായിരിക്കട്ടെ. നന്ദി, നമസ്കാരം.